തിരുമേനി അന്ന് നിർദ്ദേശിച്ച പ്രകാരമുള്ള അനുഷ്ഠാനങ്ങളും വ്രതവുമൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എനിക്കിപ്പോ നിങ്ങളെ അറിയിക്കാനുള്ളത്. എന്താ തിരുമേനി പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുന്നത്? പൗർണമിക്ക് മുമ്പ് ഒരു ദിവസത്തെ ഭജന കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യാം സ്വാമി. അമ്പലത്തിൽ ഒരു ദിവസം ഭജന ഇരിക്കണം. ഇരിക്കാം. ഏതമ്പലത്തിലും ആകാമല്ലോ അല്ലേ? ഇല്ല, ചിന്നാർമുടിയിലെ കാട്ടുമുത്തപ്പൻ കോവിലിൽ. ചിന്നാർമുടി എന്ന് പറയുന്നത് തമിഴ്നാട് ബോർഡറിലെ വനമേഖലയല്ലേ? അതെ. അവിടെ നിന്നും ഒരു 3 കിലോമീറ്റർ നടന്നാൽ കാട്ടുമുത്തപ്പന്റെ അമ്പലമുണ്ട്. പണ്ട് വനവാസികൾ ആരാധിച്ചിരുന്ന അമ്പലം. പ്രതിഷ്ഠയ്ക്ക് ഉഗ്രശക്തിയാ. ഉച്ചപൂജയ്ക്ക് പങ്കെടുത്തു തുടങ്ങിയാൽ ഉത്തമം. വൈകുന്നേരം സന്ധ്യാദീപം കൊളുത്തി ഭജന തുടങ്ങിയാൽ അടുത്ത സന്ധ്യയ്ക്ക് അവസാനിപ്പിക്കാവൂ. 24 മണിക്കൂർ. കാട്ടിനുള്ളിൽ 24 മണിക്കൂർ? അത് സ്വാമി... അല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ബ്രഹ്മദത്തൻ തിരുമേനി കൽപ്പിച്ചത് തെറ്റിക്കില്ല. ദേവിക, ഇത് ഇത്തിരി കഠിനവാ. ആലോചിക്ക്. ഇതിലെന്താ ആലോചിക്കാനാ? മറുത്തൊന്നും പറയില്ല ചേച്ചി. ശരി, എല്ലാവർക്കും കൂടെ രാവിലെ ഇവിടെ നിന്ന് തിരിക്കാം. ഉച്ചയ്ക്ക് മുമ്പ് അവിടെ എത്താം. പറ്റില്ല. എല്ലാരും കൂടി അങ്ങോട്ട് പോവാൻ പാടില്ല. പിന്നെ ഭജനമിരിക്കുന്ന ആള് മാത്രമേ പോവാം ഭജനത്തിന്. ഇപ്പോൾ ജാതകദോഷം മാറാൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം സിദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ചിന്നാർമുടിയിലെ കാട്ടുമുത്തപ്പൻ കോവിലിൽ തന്നെ പോയിരിക്കണം. അവിടെ അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ മാറ്റിപ്പറയാനും ചെയ്യാനും ഉള്ളതല്ലല്ലോ ഈശ്വരകാര്യങ്ങൾ. വേണ്ട സ്വാമി, ഏതായാലും ഇത്രയും റിസ്ക് എടുത്തൊരു ആരാധന വേണ്ട. തിരുമേനി പറഞ്ഞത് നേരായിരിക്കും. പരിഹാരക്രിയകൾ ഉദ്ദേശിച്ച രീതിയിൽ ചെയ്താലേ പൂർണ്ണ ഫലം കിട്ടൂന്ന്. പക്ഷെ എന്ത് ദോഷം മാറിക്കിട്ടാനാണെങ്കിലും ശരി, ദേവിയെ ഒറ്റയ്ക്ക് അങ്ങോട്ട് അയക്കാൻ ബുദ്ധിമുട്ടാ. അവിടെ നടന്നെത്താൻ പോലും ദേവിക്ക് പ്രയാസമായിരിക്കും. ഞാനൊരു നിർദ്ദേശം വയ്ക്കാം, അത് പരിഗണിക്കണം. എന്താണത്? ദോഷങ്ങൾ മാറാൻ കാട്ടുമൂപ്പന്റെ കോവിലില് ഞാൻ ഭജന ഇരിക്കാം. എനിക്ക് ഭയമൊന്നുമില്ല. ഒന്നാമത് ചിന്നാർകുടി ഭാഗത്തൊന്നും ഈ പറയുന്നത് പോലെ പേടിക്കത്തക്കതായിട്ട് ഇപ്പൊ ഒന്നുമില്ല. ജനവാസമുണ്ട്. എനിക്ക് ധൈര്യം തന്നെ. ഞാൻ പോകാം. സന്തോഷമായിട്ട് ഭജനം പൂർത്തിയാക്കി മടങ്ങി വരാം. അതുകൊണ്ട് അർത്ഥമില്ലല്ലോ. ഒരാൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ആ വ്യക്തി തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഫലം കിട്ടില്ല.
ദേവികയെക്കുറിച്ച് പ്രഭ മേഡത്തിനുള്ള കരുതൽ മനസ്സിലായി. പക്ഷേ അങ്ങനെ പകരം പൂജ ചെയ്യുന്നത് കൊണ്ട് ഫലം കിട്ടില്ല. നിഷ്ഫലം, അത്ര തന്നെ. ഒരാൾക്ക് പകരം മറ്റൊരാൾ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഒരാൾ ഉറങ്ങേണ്ട ഉറക്കം വേറൊരാൾ ഉറങ്ങിയാൽ മതിയോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ദോഷപരിഹാരത്തിന് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാൻ ഉറപ്പിച്ചിട്ടാ ബ്രഹ്മദത്തൻ തിരുമേനി പറഞ്ഞതുപോലെ വ്രതം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിർദ്ദേശിക്കുന്ന വിധികൾ അതെത്ര തന്നെ പ്രയാസം നിറഞ്ഞതായാലും ഏറ്റെടുക്കാൻ ഉറച്ചു നിൽക്കാൻ ഞാൻ. ആന്റി, കാട്ടുമുത്തപ്പന്റെ കോവിലിൽ ഞാൻ തന്നെ ഭജനയിരിക്കാം. മോളെ, അതാണ് ഉചിതമായ തീരുമാനം. ദേവി, ഞാൻ പറയുന്നത്. തടസ്സം പറയരുത് നന്ദു, പ്ലീസ്. ശരി, എങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാനൂടി പോവാം ദേവിക്കൊപ്പം. അതെങ്ങനെ? ഭാര്യയോടൊപ്പം ഭർത്താവിന് പോകാൻ പാടില്ല. പുരുഷന്മാർ ആ കോവിലിൽ കയറാൻ പാടില്ല. വേണ്ട, ദേവികയ്ക്ക് തുണയായിട്ട് ഞാൻ പോവാം. മറ്റാരും ബുദ്ധിമുട്ടണ്ട. ദേവികയും ഞാനും കൂടി അമ്പലത്തിൽ പോകുന്നു. ഇല്ല മേഡം, സാധ്യമല്ല. ആ, ഭാര്യയുടെയോ ഭർത്താവിന്റെയോ രക്തബന്ധത്തിൽപ്പെട്ട ആരുടെയും സാമീപ്യം അവിടെ ഉണ്ടാകാൻ പാടില്ല. നന്ദന്റെയോ ദേവികയുടെയോ രക്തബന്ധത്തിലുള്ള ആരും തന്നെ തുണയായി പോലും പോകരുത്. ഏതെങ്കിലും ഒരു സ്ത്രീക്ക് കൂട്ടുപോകാം. അങ്ങനെ ആരെങ്കിലും കണ്ടെത്താം. എന്താ, ഞാൻ ആശ്രമത്തിൽ തിരക്കാം. ഞാൻ പോകാം. എനിക്ക് പോകാലോ, രക്തബന്ധം ഒന്നുമില്ല. പിന്നെ എനിക്ക് പേടിയില്ല. മുത്തപ്പൻ കോവില് ദേവി കുഞ്ഞിന്റെ കൂടെ ഞാനും പോകാം. വൈകാരികമായി തീരുമാനമെടുക്കേണ്ട കാര്യമല്ല, ആലോചിച്ച് ഉറപ്പിച്ച് വേണം പറയാൻ. എനിക്ക് സമ്മതാണ് തിരുമേനി. ആന്റി വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഞാൻ ആലോചിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാ പറയണത്. ദേവിക മോളോടൊപ്പം ഞാൻ പൊക്കോളാം. പിന്നെ എല്ലാവർക്കും പൂർണ്ണ സമ്മതമല്ലെങ്കിൽ പൂജ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സമ്മതമാണ്. ഭജന ഇരിക്കാൻ തയ്യാറാണ്. അല്ല, നന്ദനൊന്നും പറഞ്ഞില്ല. സ്വാമി, അത് നന്ദുവിന് സമ്മതം തന്നെയാ. ഇതിപ്പോ നന്ദു പറയുന്നേ ഉള്ളൂ. ദേവിക മനസ്സുകൊണ്ട് പൂജയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞതിനാൽ നാളെ തന്നെ ഭജന നടക്കട്ടെ. കുട്ടിയുടെ നാള് വെച്ച് നാളെ നല്ല ദിവസമാണ്. നാളെ തന്നെ തുടങ്ങിക്കോളൂ. നാളെ തന്നെ പോയിക്കോളാം.
തടസ്സം പറയുവോ? അല്ല, അങ്ങയുടെ വിഷമം മനസ്സിലാകും. പക്ഷേ അങ്ങനെയുള്ള അവസ്ഥകൾ മാറി ശോഭനമായ ദിവസങ്ങൾ വരാൻ ഈ പൂജ ഗുണപ്പെടും. അത്രയും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് ബ്രഹ്മദത്തൻ തിരുമേനി ഈ ഭജനത്തിന്റെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ കൊടുത്തേ. കുട്ടി, നാളത്തെ ഭജനത്തിന് എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. അമ്മേ. നിനക്കെന്താടി ഭ്രാന്താണോ? എന്ത് കരുതിട്ടാ നീയും കൂടെ പോകാന്ന് പറഞ്ഞ്? ചെന്ന് തിരുത്തി പറ. ഓർമ്മിക്കാതെ പറഞ്ഞതാണ്, പോകാൻ പറ്റില്ലെന്ന് പറ. പിന്നെ ദേവികമ്മ ഒറ്റയ്ക്ക് വിടണമായിരുന്നോ? എന്നാ പിന്നെ സഹതാവും പറഞ്ഞു നിന്നു. നോക്ക്, ദേവിക ചെറുപ്പമാ. പുലിയോ കരടിയോ വന്നാൽ ആ കൊച്ചൊരു നരിപ്പാച്ചിലങ്ങ് പായും. പുലി പിടിക്കാൻ പോകുന്ന നിന്നെയായിരിക്കും. നീ ഒന്ന് വായടച്ചു വെക്കുന്നുണ്ടോ? നിനക്കെങ്ങനെ എന്നെ പഠിപ്പിക്കാൻ പറ്റും? ആ പുലിയുടെ മുന്നിൽ ചെന്നാ നീ എന്തു ചെയ്യും അത് പറ. നോക്ക്, ദേവികക്ക് ദോഷജാതകമാ. ദോഷജാതകക്കാരുടെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? അവർക്കൊരു കുഴപ്പം കാണില്ല. കൂടുള്ളവർക്കാർക്കും പ്രശ്നം. ഞാൻ അതങ്ങ് സഹിച്ചു. ദേവിക എന്റെ മോളെ പോലെയാ. അതുകൊണ്ട് രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ പോവാന്ന് പറഞ്ഞത്. നീ അപ്പൊ പോകും അല്ലേ? ആ, പോകും. എനിക്ക് മനസ്സിലായി, നിനക്കപ്പൊ എന്നോട് ഒട്ടും സ്നേഹമില്ലെന്ന്. എന്താ? അല്ല, നിന്നെ പുലി പിടിച്ചു കഴിഞ്ഞാലേ ഈ അടുക്കളയിലെ ജോലിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് വേണ്ട ചെയ്യാൻ. നിന്നെ ഞാൻ ഇന്നും എന്റെ അമ്മച്ചി. പോയങ്ങോട്ട്. പോയാണ്. എന്റെ മോളെ അവിടെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. രാധിക, ദേവികമ്മയുടെ ജാതകപ്പുറത്ത് നോക്കിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ? ഇല്ല, ജാതകം നോക്കിച്ചതാ ഞാൻ. അന്നൊന്നും ഒരു കുഴപ്പം കണ്ടില്ലല്ലോ. ഇങ്ങനെ ക്ഷോഭിച്ച് കാര്യങ്ങൾ കാണല്ലേ. എന്റെ അമ്മേ, അച്ഛന്റെ വേദോപദേശം കേട്ടുന്ന ഇതിനൊരു പരിഹാരം കാണാൻ പറ്റില്ല. നമുക്കിപ്പൊ തന്നെ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം. അവിടെ എല്ലാവർക്കും വട്ടാ. ഒരു കാട്ടുമുത്തപ്പന്റെ അമ്പലം. അമ്മ വന്നേ. ഞാൻ പറയട്ടെ. എന്താ മാധവേട്ടന് പറയാനുള്ളത്? ഈ സമയത്ത് വികാരമല്ല, വിവേകമാണ് നമ്മളെ ഭരിക്കേണ്ടത്. ബ്രഹ്മദത്തൻ തിരുമേനി പറഞ്ഞതനുസരിച്ചാണ് പൗർണമി വരെ കാര്യങ്ങൾ പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. മാധവേട്ടൻ എന്താ ഈ പറയുന്നത്? നമ്മുടെ മോള് ആ കൊടുങ്കാട്ടിലേക്ക് പോണോന്നാണോ? പരിഹാരക്രിയയ്ക്ക് വേണ്ടി ദൈവത്തെ മനസ്സിലാക്കുന്ന ഒരു സ്വാമിയും ഒരു പെണ്ണിനോടും ഈ രീതിയിലുള്ള നിഷ്ഠകൾ വിധിക്കില്ല. ഇതൊരിക്കലും സമ്മതിക്കരുത്. അച്ഛാ, നമുക്ക് ചെന്ന് ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവരാം. എനിക്കിതിൽ എന്തോ കുഴപ്പങ്ങൾ തോന്നുന്നുണ്ട്. ആദ്യം പറയുന്നു പൗർണമി വരെ 2 മുറി കഴിയണമെന്ന്. ഇപ്പൊ പറയുന്നു കാട്ടിലെ ക്ഷേത്രത്തിൽ പോണോന്ന്. അതെ, അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റൂ. ഉള്ളതിൽ പങ്കു കഴിച്ചുകൊണ്ട് അവൾ ഇവിടെ സമാധാനത്തോടെ കഴിയട്ടെ. അമ്മ വന്നേ, വേഗം റെഡിയാവ്. ഇപ്പൊ തന്നെ പോവാം. അരുത്. ചില സാഹചര്യങ്ങളിൽ ദൈവങ്ങൾക്ക് പോലും പീഡകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. സീതാദേവി വനവാസത്തിന് പോയി. പിന്നെ അഗ്നിപ്രവേശം നടത്തേണ്ടി വന്നു. പരമശിവന്റെ പത്നി സതീദേവി ഹോമകുണ്ടത്തിൽ ചാടി ജീവനൊടുക്കി. രാമദേവൻ വിരഹദുഃഖം അനുഭവിച്ചു. തന്റെ കുലം തമ്മിൽ തെച്ചൊടുങ്ങുന്നത് കാണേണ്ടി വന്നു. ഭഗവാൻ കൃഷ്ണന് യേശുദേവൻ മുൾക്കിരീടം അണിഞ്ഞിട്ടുണ്ട്. സമാധാനത്തിനു വേണ്ടി കുരിശിലേറിയില്ലേ? മുഹമ്മദ് നബി ഹിറാ ഗുഹയിൽ എത്ര കാലം ഭജനമിരുന്നു. അതിനുശേഷമല്ലേ പ്രവാചകനായി ലോകം കണ്ടത്. ഒക്കെ പരീക്ഷണങ്ങളാണ്.
അങ്ങനെ നമ്മുടെ മോളും ഈ പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ച് വരും. അപ്പോഴേ അവൾ കരുത്തു നേടൂ. ക്ഷമയോടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ചിലപ്പോ ഇതെല്ലാം ദേവിയുടെ ഗുണങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി ആണെങ്കിലോ? അച്ഛാ, വിധിയുടെയും പരീക്ഷണങ്ങളുടെയും പേരിൽ പെണ്ണ് സഹിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഇപ്പോഴും അന്ധവിശ്വാസങ്ങൾ തലയിലേറ്റി പെണ്ണിനെ വിധിക്കുന്നതിലധികവും ഇന്നത്തെ ലോകക്രമത്തിനെതിരാ. ചേച്ചിയെ രക്ഷിക്കാൻ ഇപ്പൊ നമുക്കേ പറ്റൂ. അമ്മ വാ. രാധികെ, പൗർണമി വരെ ആശ്രമത്തിൽ നിന്ന് എന്തൊക്കെയാണോ വിധിക്കുന്നത് അതൊക്കെ ദേവിക ചെയ്യട്ടെ. പിന്നീട് മോളെ ആരും ഒന്നും പറയില്ലല്ലോ. എല്ലാം അതോടെ അവസാനിക്കും. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. അമ്മേ, നമുക്ക് വേണ്ട മോളെ, അച്ഛനെ ധിക്കരിച്ച് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോവാൻ പാടില്ല. എന്നാ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യും. ആ സ്വാമി കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. മാഡം, എല്ലാം പറഞ്ഞതുപോലെ തന്നെ വന്നല്ലോ. നമ്മൾ നിശ്ചയിച്ച കാര്യങ്ങൾ ഞാൻ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. പക്ഷെ ഭാർഗവയെ കൂടി തുണയായി കൊണ്ടുപോകാൻ ഒരിക്കലും സമ്മതിക്കരുതായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ അവൾ ഒറ്റയ്ക്ക് വേണമായിരുന്നു കാട്ടുമുത്തപ്പന്റെ അമ്പലത്തിലേക്ക് പോവാൻ. ഇനിയൊരു സ്ത്രീയെ കൂട്ടാമെന്ന് സമ്മതിച്ചാൽ തന്നെ അത് ഞാനൊരാളെ ഏർപ്പാടാക്കുമായിരുന്നു, എന്റെ ആളായിട്ട്. മാഡം പറയുന്നത് ശരി തന്നെ. പക്ഷേ എല്ലാ കാര്യവും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തിക്കുവാൻ ശ്രമിച്ചാൽ അവർക്ക് സംശയം വരില്ലേ? അതുമല്ല, ബ്രഹ്മദത്തൻ തിരുമേനി എന്ന ദിവ്യന്റെ പേരില ഞാൻ ഈ കള്ളമൊക്കെ പറഞ്ഞത്. കുറ്റബോധം കാരണം എനിക്കതെങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതിയെന്നായിരുന്നു. എന്തായാലും ഞാൻ ചില കരുതലുകളൊക്കെ എടുത്തോളാം. കാര്യങ്ങൾ എന്റെ വഴിക്ക് തന്നെ ഞാൻ കൊണ്ടുവരും. മാഡം, ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്റെ പേര് പുറത്തു വരരുത്. അങ്ങ് പേടിക്കണ്ട, ഒക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഇനിയും സഹായം വേണ്ടി വരും. മാഡം വിളിച്ചാൽ മതി. ശരി. നന്ദു, മാറ്. ഞാൻ പോട്ടെ. ഇല്ല, കുറച്ച് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് പോയാൽ മതി. പ്ലീസ്, ഞാൻ വ്രതത്തില നന്ദു. ഭാര്യയും ഭർത്താവും ഇങ്ങനെ അടുത്തുനിന്ന് സംസാരിച്ചാൽ വ്രതം മുറിയെങ്കിൽ അതങ്ങ് മുടങ്ങട്ടെ. നന്ദു, പിന്നല്ലാതെ. അല്ല, നീ എന്താ ആലോചിച്ചോണ്ടാ ദേവി ഓരോന്ന് ചെയ്തു കൂട്ടുന്നേ? ഭജനത്തിന് പോകുന്ന അമ്പലം എവിടെയാണെന്ന് അറിയോ? അതൊരു വനപ്രദേശത്താ. പുലിയും കരടിയൊക്കെ ഉള്ള കാടാ. അതിനടുത്തുള്ള ആൾക്കാർ പോലും അവിടെ കൂട്ടം ചേർന്ന് മാത്രമേ പോകൂ. പകല് പോലും പേടിച്ചിട്ടാ സഞ്ചരിക്കുന്നത്. അപ്പൊ അവിടെ രാത്രി ഒറ്റയ്ക്ക് കഴിയാന്ന് വെച്ചാ
ഭാർഗവി ആന്റി കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഇതിന് സമ്മതിക്കില്ല. എന്നോട് ഇഷ്ടമാണെങ്കിൽ, എന്റെ സന്തോഷമാണ് നന്ദു ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ ഭജനത്തിന് പോവാൻ നന്ദു സമ്മതിക്ക് തന്നെ വേണം. എല്ലാം വ്യക്തമായി തീരുമാനിച്ചുറപ്പിച്ചിട്ടാ അന്ന് വ്രതം എടുക്കാൻ തുടങ്ങിയത്. എത്ര ആത്മാർത്ഥമായിട്ടാണോ തുടങ്ങിയത് അത്രയും ആത്മാർത്ഥതയോടെയും പൂർണ്ണതയോടെയും വേണം പൂർത്തിയാക്കാൻ. പൗർണമി നാൾ വരെ ഞാൻ എന്റെ മനസ്സും ശരീരവും ഈശ്വരനെ ഏൽപ്പിച്ചിരിക്കുക. അപ്പോ എന്നെ ഈശ്വരൻ കാത്തോളും. നിന്നെ പോലെ നന്മയുള്ള ഒരാളെ ഈശ്വരൻ കാത്തോളും. ശരിയാ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ബുദ്ധിപരമായിട്ടും തിരിച്ചറിവോടെയാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഈശ്വരൻ ശ്രദ്ധിക്കും. രാത്രി ഇങ്ങനെ ഒരു വനപ്രദേശത്ത് ഒറ്റയ്ക്ക് കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ ഈശ്വരനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കൊന്നും സംഭവിക്കില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ആത്മവിശ്വാസം നല്ലതാ, പക്ഷെ അമിത ആത്മവിശ്വാസം കുഴപ്പങ്ങൾ കൊണ്ട് ചാടിക്കും. നന്ദു, ഈ കാര്യത്തിൽ നന്ദു തർക്കിക്കരുത്, തടയരുത്. ഞാൻ പൂർണ്ണമായിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ആ ഭജനത്തിന് പോവാന്ന്.